അനുമോൾ പിയാന്റെ ബലത്തിലല്ല എന്നുള്ളത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഫെയിമിന് വേണ്ടിയിട്ടല്ല. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ അറിയൂല. അതാണ് ഓളി കിടന്ന് കാണിക്കുന്നത്. പട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. എപ്പോഴും അനുമോളെ കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന് കമന്റ് ഇടുന്നുണ്ട്, അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഈ ആദിലയ്ക്കും നൂറയ്ക്കും ഇവർക്ക് ആരാണ് ഇത്രയും അവകാശം കൊടുത്തത്? അവർക്ക് വായി തോന്നുന്ന എന്തും വിളിച്ച് പറയാവോ? നൂറയ്ക്ക് മേ ബി പല കാര്യങ്ങളും ആ ഹൗസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അനുമോളെ ചോദ്യം ചെയ്യാം, ബിക്കോസ് നൂറ ഒരു ക്യാപ്റ്റനാണ്. പക്ഷേ ആദില എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും കിടന്ന് ഷൗട്ട് ചെയ്തതും ആദിലയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനവും ഇതെല്ലാം ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അതായത് ഒരു കാര്യവും ഇല്ലാതെയാണ് ആദില ഇത്രയും ഓവറായിട്ട് അനുമോളുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരെ രണ്ടുപേരെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഏകദേശം 2 മണിക്കൂറോളം കൺഫെഷൻ റൂമിനകത്ത് ഇരുന്നിട്ടാണ് ഇവർ പുറത്തിറങ്ങിയെന്നും പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ബിഗ് ബോസ് കൊടുത്തൊരു പണിയായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇത്രയും വലിയൊരു ശത്രുക്കളായിട്ട് മാറും? എന്തായാലും നമുക്ക് ഇന്നലെ നടന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കാണാം. ഉള്ളില് ഉള്ളത് ഇപ്പൊ പുറത്ത് വന്ന് എന്തിന് ഇത്ര നാള് കൂടെ നടന്നതെന്ന് എനിക്കറിയാം. അതെന്താ അവളുടെ കയ്യിലുള്ളത്, അത് എന്ത് കണ്ടിട്ടാ ഞാൻ കൂടെ നടന്നതെന്ന് എനിക്ക് അവളുടെ വായിന്ന് കേൾക്കണം. ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു കിച്ചണിലെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം അനുമോള് ഈ പറയുന്ന ആദിലയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ നിന്നേന്ന്. എന്നാൽ ആദില ഈ ഒരു കാര്യം വന്ന് ഷാനവാസിൻ്റെ അടുത്തും ആൾക്കാരുടെ അടുത്തും ഡിസ്കസ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത്. കാര്യം അനുമോൾ എവിടെയും ചെന്ന് ഇവരെ രണ്ടുപേരെയും പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അറിവിൽ ഈ ഒരു നിമിഷം വരെയും ആദിലയും നൂറയും എവിടെയും പോയി ഇട്ട് കൊടുത്തിട്ടില്ല. അതായത് ആ ഒരു സ്വഭാവം അനുമോൾ കാണിച്ചിട്ടില്ല. കാര്യം അത്രയും ജെനുവിനായിട്ടാണ് പുള്ളിക്കാരത്തിൽ നിന്നിട്ടുള്ളത്. പക്ഷേ ഇവർ ചെയ്യുന്ന പരിപാടി എന്തുവാ? അവിടെ ഇവിടെ മാറി ചെന്നിരുന്ന് കൊതിയെന്നുണയും പറയുക. ആദില പിന്നെ ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. വന്ന സമയം തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെന്ന് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക, പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാനുള്ള പരിപാടി നോക്കുക, ഇതൊക്കെയാണ് ആദില ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ ബാക്കിയോടെ കേൾക്കാം. ഒരു നല്ല സുഹൃത്താണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഈ രീതിയിലുള്ള വർത്തമാനങ്ങളല്ല സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വിമർശിക്കാം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ, അല്ലാതെ കെട്ടിലമ്മയെന്നും നീ ചുണയുണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കടി, നിന്റെ അണ്ണാക്കിലോട്ട് എടുത്ത് ഒഴിക്കടി, ഈ ഒരു ഡയലോഗൊന്നും ഒരിക്കലും നല്ലൊരു സുഹൃത്തുക്കളാണെങ്കിൽ പറയത്തില്ല. അപ്പോൾ ഇവിടെ അനുമോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റും തോന്നുന്നില്ല. കാര്യം നിങ്ങൾ ഫെയിം കണ്ടിട്ട് തന്നെയായിരിക്കും നിന്നത്. അനുമോൾക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യത്തുള്ളൂ. കാര്യം നല്ലൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഒരിക്കലും ചെയ്യത്തില്ല. ഇനി നൂറ ഒരു സൈഡിൽ നിന്ന് അനുമോളുടെ അടുത്ത് തുടങ്ങുന്നുണ്ട്. അതായത് അനുമോൾ ഓൾറെഡി ഈ പറയുന്ന കിച്ചൺ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന നൂറയുടെ ഭാഗത്ത് നിന്നും കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്കറിയില്ല ചെയ്യാൻ. പാത്രം കഴുകാൻ എനിക്കറിയാവും. അപ്പൊ ഏത് ടീമിലാണ്? വെസൽ ടീമിലല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരമാണോ എല്ലാം ചെയ്യുന്നത്? ടീമിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ഇരിക്കുന്നത്. എന്തത്? ചില ആൾക്കാർ എന്തെങ്കിലും കാട്ടിയാ പറയണേ. ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ബിക്കോസ് നൂറ ആ വീട്ടിലെ ക്യാപ്റ്റനാണ്. അപ്പം ഒരു സൈഡിൽ നിന്ന് ആദില അത് ഏറ്റ് പിടിക്കുന്നുണ്ട്. ആദില വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കണം. കാര്യം ആദിലയ്ക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഒരു രീതിയിലുള്ള അവകാശമില്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പണി ചെയ്യാൻ പോലും ഈ പറയുന്ന ആദില കിച്ചണിൽ പോയിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആദിലയ്ക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് ഇത് വന്നിരുന്ന് ന്യായീകരിക്കാനായിട്ട്? ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ വെറും കള്ളികളാണ്. ഇപ്പോൾ ഓരോരുത്തരും ഇപ്പം നൂറ ഇപ്പം ടോപ്പ് 5-ലായതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു അഹങ്കാരവും വന്നിട്ടുണ്ട്. ഇതായിരിക്കും ഒരു വീട്ടിൽ കാണിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും വീട്ടിൽ കാണിക്കുന്നത്. അനുമോളെ വെസല ആവശ്യമുണ്ടെന്നാ പറയുന്നത്. അതൊന്ന് കൈ കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഈ അനുമോളുടെ കിച്ചൺ ഡ്യൂട്ടി അങ്ങോട്ട് കഴിഞ്ഞിട്ടിരിക്കുവാണ്. അത് ഇപ്പം നെവിനും അക്ബറും അങ്ങോട്ട് ചെയ്യേണ്ട ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ അതിൻ്റെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ 2-3 റിവ്യൂസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇത് അനാവശ്യമായിട്ട് കയറി ചൊറിയുവാണ്. കാര്യം ഇപ്പം ഈ ഒരു കോൺവെർസേഷൻ്റെ കൂടെ തന്നെ ഈ നൂറ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് PR-ൻ്റെ കേസ് പറയുന്നുണ്ട്. അതായത് കിച്ചൺ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് PR-ൻ്റെ വിഷയങ്ങൾ ഇവിടെ കുത്തിക്കയറ്റുവാണ്. അതെന്തിനു ചെയ്യണം? അപ്പം മനഃപൂർവ്വം അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് ഓരോ പണി കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൗകര്യത്തിനനുസരിച്ചല്ല ഇപ്പൊ ആവശ്യമുള്ളവർക്ക്
അക്ബർ നേരത്തെ കഴിയെല്ലാം ഞാൻ മുക്കാ ഭാഗം കൈ കിട്ടതാട്ടോ. ഞാൻ സത്യം പറഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ അക്ബറിൻ്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് അതിലും വലിയ കോമഡിയാണ്. കാര്യം പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കംപ്ലീറ്റ് സമനില തെറ്റി നടക്കുവാണ്. അതായത് ഈ വീക്കിൽ പുറത്ത് പോകുമോ എന്ന് പേടിച്ച് നടക്കുവാണ്. അതാണ് അക്ബർ ഒരുമാതിരിയില്ല പൊട്ടന്മാരാണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തൊക്കെയോ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നത്. അല്ലാതെ ഒരു കഥയുമുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി അതൊന്ന് ഓല ആവശ്യത്തിനാവുന്ന ചെയ്തു കൊടുക്ക്. ബസ്സിൽ മാറ്റി ടോയ്ലറ്റ് ഇട്. കഴിഞ്ഞ പ്രാവശ്യം ബസ്സിൽ തന്നെയായിരുന്നു. ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞതാണ് ഈ ആദിലയും നൂറയും. അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ, അതായത് നല്ല സുഹൃത്തുക്കളായിട്ട് നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ ഇങ്ങനെ മാറുമോ? ഒരിക്കലുമില്ല. ഒന്നെങ്കിൽ ഇത് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്ത വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ ഗെയിം മാറ്റി കളിക്കാനായിട്ടോ അല്ലെങ്കിൽ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ടോ എന്തോ സംഭവമുണ്ട്. അല്ലാതെ ഇത് എങ്ങനെ ഇത്രയും വലിയ ശത്രുക്കളാവും? നിങ്ങൾ തന്നെ പറ. അതായത് നൂറ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ ആദില തുടങ്ങുമ്പോഴത്തേക്ക് അത് ഏറ്റ് പിടിച്ച് നൂറ വരും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നല്ല ലൈവിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അത് കുറേ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ളവർ പിന്നെ എന്തിനാണ് ജോലി ചെയ്യുന്നത്? എന്ത് ചെയ്യാനുള്ള ഒരു ഇത് വെച്ചിരിക്കാന്ന് മനസ്സിലായി. എന്തായാലും ഒന്നും ചെയ്യാണ്ടിരുന്നാലും PR എടുത്ത് വെട്ടിയിടാൻ മതി അല്ലേ? അതായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്. ഒന്നും ചെയ്യാണ്ട് സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ അല്ലേ? കേട്ടല്ലോ, അനാവശ്യമായിട്ട് PR-ൻ്റെ കേസ് ഈ നൂറ ഇവിടെ കൊണ്ടുവന്നിടുവാണ്. എന്തിനിതിനെ പറ്റി എടുത്ത് വെച്ച് സംസാരിക്കണം? ഒന്നെങ്കിൽ ഇവർക്ക് വ്യക്തമായിട്ട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ്റെ പേരിൽ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെയും കൊണ്ട് ഇങ്ങനെ ഒരു ഗെയിം കളിപ്പിക്കുമായിരിക്കാം ഈ അവസാന ഫിനാലിലോട്ട് എത്തുമ്പോഴത്തേക്ക്. കാര്യം നെവിനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതുകൊണ്ട് നെവിനെ മൂടിക്കൊണ്ട് നടക്കുകയാണ്. നെവിൻ ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അങ്ങേറ്റം ചെറ്റത്തരമെന്നേ പറയത്തുള്ളൂ. ഇപ്പം PR-ൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് അനുമോൾ റിയാക്ട് ചെയ്ത് പറയണത് നീ ടോപ്പ് 5-ൽ വന്നതിൻ്റെ അഹങ്കാരമായിരിക്കുമെന്ന്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഒരു മനുഷ്യനെ മാനസികമായിട്ട് തളർത്താൻ നിന്ന് കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും തിരിച്ച് പറയുന്നൊരു ഡയലോഗാണത്. അതിനകത്തൊക്കെ എന്താണ് ഇത്രയും തെറ്റിരിക്കുന്നത്? ഇനി അനുമോൾ ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്ത ആ ഒരു പോർഷൻ ഞാൻ കാണിക്കാം. നീ ഫൈനൽ 5-ൽ വന്നതിന്റെ അഹങ്കാരം നീ കാണിക്കുന്നത്. ഓ ഇപ്പൊ അങ്ങനായോ? ക്യാപ്റ്റന് കുറച്ച് വില കേട്ടല്ലോ, അതായത് നീ ഫൈനൽ 5-ൽ വന്നതിൻ്റെ അഹങ്കാരമല്ലേ ഈ കാണിക്കുന്നതെന്ന്. അതിനകത്ത് എന്ത് തെറ്റിയിരിക്കുന്നത്? ഇവർക്കൊക്കെ എന്തും വിളിച്ച് പറയാം. പുള്ളിക്കാരത്തി PR-ൻ്റെ ബലത്തിൽ നിൽക്കുവാണെന്ന് പറയാം, പുള്ളിക്കാരത്തി ഫേക്ക് ആണെന്ന് പറയാം, നാടകം കാണിക്കുവാന്ന് പറയാം, എന്തോ സീരിയൽ അഭിനയിക്കുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിനയിക്കുവാന്ന് പറയാം. ഇവർക്ക് പലതും വിളിച്ച് പറയാം. പക്ഷേ അനുമോൾ തിരിച്ച് പറഞ്ഞാലാണ് പ്രശ്നം. ഇത് തിരിച്ച് പറഞ്ഞതിനകത്ത് എനിക്കൊരു തോന്നുന്നില്ല തെറ്റുന്നു. കാര്യം ടോപ്പ് 5-ൽ വന്നതിൻ്റെ ഒരു അഹങ്കാരമായിരിക്കും എന്ന് എനിക്കും ബേസിക്കലി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുന്ന എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം നൂറയുടെ ക്യാരക്ടറൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഏറ്റുപിടിച്ച് ആദിലേയും കിടന്ന് സംസാരിക്കുന്നുണ്ടല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ഒരു കണ്ടസ്റ്റൻസ് ആണ്, ഓരോ കണ്ടസ്റ്റൻസ് ആണ്. ആദ്യമേ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവർ ഇൻഡിവിജ്വൽ ഗെയിം അല്ല ഇവർ കളിക്കുന്നത്. ഇവർ ഒരുമിച്ച് ഇന്നാണ് ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്ക് എന്തും പറയാം. അനുമോൾ PR-ൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്, നാടകം കാണിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് സംസാരിക്കാം. തിരിച്ച് പറയുമ്പോഴാണ് നിനക്കൊക്കെ കൊള്ളുന്നത്. ഫൈനൽ 5-ൽ എന്തിനാ തൊട്ട് കളിക്കുന്നത്? അതിനകത്ത് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യമാണോ പറഞ്ഞത്? നിനക്കത് വന്നതിൻ്റെ അഹങ്കാരമായിരിക്കും എന്ന് പറയുന്നതിനകത്ത് എന്താണ് ഇത്ര തെറ്റിയിരിക്കുന്നത്? ഉടനെ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ആദില കയറി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആദില എന്തെല്ലാം അനാവശ്യങ്ങളാണ് ഓരോ മനുഷ്യരെ പറ്റിയിട്ട് പറയണത്. ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ തുടങ്ങിയൊരു അടിയാണ് ഇപ്പോൾ ഇവിടെ ചെന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഒരു കാര്യവുമില്ലാതെ ഇവർ രണ്ടുപേരും അനുമോളെ ടാർഗറ്റ് ചെയ്ത് മണ്ടയിലോട്ട് കയറുമായിരുന്നു. എങ്ങനെങ്കിലും അനുമോൾ കള്ളിയാണെന്ന് പബ്ലിക്കിനെ മുന്നിൽ ചിത്രീകരിക്കണം. ആ പ്രഹസനമാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ അതിനകത്ത് ചെല്ലുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നല്ല അനിയത്തിമാരെയോ ചേട്ടന്മാരെയോ കണ്ടെത്താനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അല്ല പോകുന്നത്. നിങ്ങൾ ഗെയിം കളിക്കാനായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരും ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും വന്നിരിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചാൽ പോലും അവർ കാണിക്കണമെന്നില്ല. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു അവസരം ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് എല്ലാം കൂടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന കണ്ടില്ലേ. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ ഇട്ട് കൊടുക്കത്തില്ല അല്ലേ? അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇതിൽ നിന്ന് തന്നെ ഇവരുടെയൊക്കെ ക്യാരക്ടർ മനസ്സിലായല്ലോ. ഒരു സ്ഥലത്തും അനുമോൾ ചെന്നിരുന്നിട്ട് ഇവരെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. മിക്കപ്പോഴും ഓരോ അടികളും പ്രശ്നങ്ങളും കാണുന്ന സമയത്തും അനുമോൾ ഇവരെ സപ്പോർട്ട് ചെയ്തേ സംസാരിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഷാനവാസും ഇവരുമായിട്ടൊക്കെ ഉള്ളൊരു ഇഷ്യൂവിൽ അനുമോൾ ആദിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വന്നിരുന്ന് സംസാരിക്കുന്നത്. വേണമെങ്കിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി അനുമോൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അനുമോൾ അത് ചെയ്തിട്ടില്ല. അതാണ് ഇവരും അനുമോളും തമ്മിലുള്ള വ്യത്യാസം. ഉള്ളതായിരിക്കും. കാര്യം നീയൊക്കെ പുറത്തുള്ള സപ്പോർട്ട് കണ്ടതിൻ്റെ പേര് മാത്രമായിരിക്കും കൂട്ടുന്നത്. കാര്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞാൽ രണ്ടിന് മോശമായിട്ട് വിളിക്കുക, കെട്ടിലമ്മയെന്ന് വിളിക്കുക, കളിയാക്കിക്കൊണ്ടിരിക്കുക, എന്തൊക്കെയാണ് വായി തോന്നുന്നത് നിങ്ങൾ വിളിച്ച് പറയണത്? ഇങ്ങനെയാണോ നല്ലൊരു സുഹൃത്തുക്കൾ ചെയ്യുന്നത്? അപ്പം നീയൊക്കെ ഫെയിം കൊണ്ടിട്ട് തന്നെ നിന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. മുന്നേ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, 2 ആഴ്ച പെൻഡിങ് ഉണ്ട്. ഇവിടെ നിന്നുള്ള തുടങ്ങിയത് തനിക്കോണം കാണാൻ പറ്റില്ല. കഴിക്ക് വെള്ളം കുടിക്കാനല്ല ഇവിടെ ആരും വന്നേക്കണത്. റെസ്പെക്ട് കിട്ടിയാൽ തിരിച്ചു കൊടുക്കും, അങ്ങോട്ടും ചെയ്യും. പക്ഷെ ഇങ്ങോട്ടില്ലെങ്കിൽ ഇമാതിരി ചീപ്പ് ഒക്കെ ആര് റെസ്പെക്ട് ചെയ്യും? നിൻ്റെയൊക്കെ ഈ ഒരു വർത്തമാനത്തിൽ ഒരു മനുഷ്യൻ റെസ്പെക്ട് ചെയ്യത്തില്ല. അതായത് ഈ പറയുന്ന ആദിലടക്കം ഞാൻ പലതവണ റിപ്പീറ്റഡ്ലി ഒരു 4-5 വട്ടം ഈ പറയുന്നത് ഈ ഫേസ്ബുക്ക് ലൈവ് എടുത്ത് നോക്കണം. ഇവളുടെയൊക്കെ സ്റ്റാൻഡേർഡും കൾച്ചറും എന്തുമാത്രം ഉണ്ടെന്ന് അതിനകത്തുനിന്നുണ്ട്. ഇവളൊക്കെ ഇപ്പം പറയുന്നുണ്ട് റെസ്പെക്ട് തന്നാലേ തിരിച്ചു തരുമെന്ന്. നീ ഈ പറയുന്ന ആദിൽ ആ വീട്ടിൽ ആരെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്? ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഇവക്ക് എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനായിട്ട്? അതിനെടുക്കുകയാണെങ്കിൽ തിരിച്ച് എക്സ്പെക്ട് ചെയ്യണ്ട. ഐ മിസ് ശൈത്യ. എനിക്കറിയാവുള്ള എന്തോരം കറക്റ്റ് ആയിരുന്നു. ഞാൻ മീൻ ചെയ്താ പറയുന്നത്, അത്രക്ക് ഞാൻ മീൻ ചെയ്താ പറയുന്നത്. ഇത്രയും ദിവസം പൊന്നേ കരളെന്ന് പറഞ്ഞ് കൂടെ നടന്നിട്ട് ഇവളെയൊക്കെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം കണ്ടില്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇവരുടെ അടുത്ത് എന്ത് ചെയ്തടേ? എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനകത്ത് ന്യായം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഒരു കിച്ചണിൽ ഭക്ഷണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവർ ഈ ഒരു വിഷയം എവിടെയൊക്കെ അവർ കൊണ്ടെത്തിച്ചത്? ഇവരല്ലേ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ അനുമോളെ പ്രൊവോക്ക് ചെയ്തത്? ജെനുവിനായിട്ട് നിന്നിട്ട് ആദിലയുടെ ജെനുവിനിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടല്ലേ. അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കല്ലേ. അതൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി അനുമോൾ അനീഷിൻ്റെ അടുത്ത് വന്നിരുന്ന് ഇവരെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടോണം. അതായത് ഇവരും അനുമോളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന 2 വ്യക്തികളാണ്. എനിക്ക് പുറത്ത് പ്രേക്ഷകർക്ക് പോലും പറയാൻ മടിയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ ഉള്ളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നതാണ്. എനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ പോലും ഞാൻ ഇവരുടെ അടുത്താണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള 2 പേരാണ്. അവരാണ് എൻ്റെ അടുത്ത് ഈ ഒരു പരിപാടി കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? കാര്യം ഈ ഒരു ലൈവും ഈ ഒരു എപ്പിസോഡും കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാനേ ഉള്ളൂ. അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ പറയട്ടില്ല. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം പ്രത്യേകിച്ച് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി എല്ലാ അധികാരവും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള കുറേ അനാവശ്യമായിട്ടുള്ള കുറച്ച് പിടിവാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനും വേണ്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനകത്ത്? അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നെവിനും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കിടന്ന് കാണിച്ചിട്ടുള്ളത്? അത് അന്നേരം ഒന്നും ഇവർക്ക് ആർക്കും ഇങ്ങനെ പ്രതികരിക്കേണ്ടായിരുന്നല്ലോ. ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കണം? അതാ പറഞ്ഞത്, പല സമയങ്ങളിലും അനുമോളുടെ അടുത്ത് ഈ ആദിലെ പറ്റി നൂറെ പറ്റി ഓരോ ആൾക്കാർ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും പുള്ളിക്കാരത്തി അവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അതാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഈ 2 എണ്ണത്തിനില്ല. അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു പേരാണ് അനുമോൾ എന്നൊരു വ്യക്തി എന്നുള്ളത്. ആർക്കും എന്നെ അറിയത്തില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇവർ നിൽക്കുന്നതോ PR വെള്ളത്തിലപ്പോ നമ്മളെല്ലാം കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇതുവരെ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ PR വെള്ളത്തിലാണ് നിൽക്കുന്നത്. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടി തൊട്ട് അനുമോളെ എല്ലാവർക്കും അറിയാം. അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസും ഉണ്ട്. ഈ പുള്ളിക്കാരത്തി ഈ ഒരു ഷോയിൽ ഇത്രയും ദിവസം നിലനിൽക്കുമെന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതമായിട്ടൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അത്രയും ഓഡിയൻസ് ഉണ്ട് ജെനുവിനായിട്ട്. അതൊക്കെ ഇനിയിപ്പം ഈ പറയുന്ന അനുമോളൊന്നും കളിച്ചില്ലെങ്കിൽ പോലും അനുമോളെ വോട്ട് ചെയ്ത് അനുമോളെ ഈ പറയുന്ന ഫിനാലെ വരെ എത്തിക്കാനായിട്ടുള്ള ഫാൻസ് പുള്ളിക്കാരത്തിക്കും ഉണ്ട്. അത് വളരെ സത്യമാണ്.
പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദില നൂറ എന്ന് പറയുന്ന ഒരു വ്യക്തികൾക്ക് എന്തുമാത്രം ഫാൻസും കാര്യങ്ങളും ഉണ്ട്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ PR ഇല്ലാതെ ഒരു കാരണവശാലും ഈ ഒരു ഷോയിൽ നിലനിൽക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദിലയ്ക്ക് നൂറയ്ക്ക്. കാര്യം ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് മെജോറിറ്റി ആൾക്കാരെല്ലാവരും അംഗീകരിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് പൊതുവേ ഒരു മനുഷ്യർക്കും താല്പര്യമില്ല, പൊതുവെ ഒരു മനുഷ്യരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അപ്പം 100% അപ്പം ഇവരല്ലേ PR എന്ന് പറയുന്ന ഒരു സപ്പോർട്ടും കൊണ്ട് ആ ഒരു ഷോയിൽ നിലനിൽക്കുന്നത്. ഇവർ മുംബൈ ബേസ് ചെയ്തൊരു ടീമിനാണ് ഇവർ PR വർക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം 2 കാലിലും മന്ദുള്ളവനെ 1 കാലിലും മന്ദുള്ളവരെ കുറ്റം പറയുന്ന അവസ്ഥയാണിത്. സത്യമാണ്, ഇവിടെ ആ ഒരു ഷോയിൽ പോകുന്ന എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാര്യം അവരുടെ മുന്നോട്ടുള്ള അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അവർ ഈ പറയുന്ന ഷോയിലോട്ട് കയറി ചെല്ലുന്നത്. അതിനിയെങ്കിലും മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് കിട്ടുന്ന ഇത്രയും പ്രൈസ് മണിയും കാര്യങ്ങളും അതിൻ്റെ ടാക്സും പിന്നെ അതിൻ്റെ പകുതി പൈസയൊക്കെ എടുത്ത് PR-ന് കൊടുക്കുക എന്ന് പറയുമ്പം തന്നെ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി അവസാനമായിട്ട് അനീഷ് പറയുന്ന ഒരു ഒറ്റ ക്ലിപ്പിങ്ങും കൂടെ ഞാനിവിടെ വെച്ച് തരാം. അനീഷ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ സംസാരവും റെഡിയാക്കണം. അപ്പോൾ ഒരാളെ മാത്രം നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് കുറ്റക്കാരിയാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. വളരെ സത്യമാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ട്. അല്ല, ഇതിൽ കൂടുതലൊന്നുമില്ല. ഇന്ന് അനുമോളുടെ റിലേറ്റീവിൻ്റെ വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പച്ചിയുടെ ഹസ്ബൻഡോ ആരെങ്ങാണ്ടെന്ന് അറിയത്തില്ല. പുള്ളിക്കാരനൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയ പറ്റിയിട്ടും ഈ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പോസ്റ്റുകളെ പറ്റിയിട്ടൊക്കെയാണ് പുള്ളിക്കാരനൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയണ്ട, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഫാൻസോ PR-ഓ ടീമുകളൊക്കെയാണ് ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെ എത്രത്തോളം നെഗറ്റീവ് ആക്കാമോ അങ്ങേ അറ്റത്തോളം നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പം അനുമോള് ഇനി കപ്പടിച്ചാൽ പോലും ആൾക്കാർ പറയും, പൈസയുടെ ബലത്തിൽ, PR-ൻ്റെ ബലത്തിൽ, അങ്ങനെ പറയത്തുള്ളൂ. അതായത് യാതൊരുവിധ വിലയും കാണത്തില്ല. ആ രീതിയിലോട്ട് ഇപ്പം ആക്കി തീർത്തിട്ടുണ്ട്. അതായത് അതുകൊണ്ടാണ് അവിടെ ഉള്ള ചുറ്റിനും ആൾക്കാർ അനുമോളെ PR എന്ന് പറഞ്ഞിട്ട് കിടന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അനുമോളെക്കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമൻസ് ഇടുന്നവരടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം. നമ്മൾ സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ആകരുത്, അത് നിലനിൽക്കില്ല. സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് എന്നും നിലനിൽക്കും. അല്ലാത്തത് നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കില്ല. ദൈവത്തിന് നിരക്കാത്തത് മുകളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്. ദൈവത്തിന് നിരക്കാത്തത് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല. അത് മാത്രം നിങ്ങൾ ഇത് അവരുടെയൊക്കെ വിഷമങ്ങളാണ് അവർ വന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് അനാവശ്യമായിട്ട് ഓരോ പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എഴുതി വിടുന്നതിന് മുന്നേ നിങ്ങളൊക്കെ ചിന്തിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനും അനുമോളുടെ PR-ൻ്റെ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അനുമോക്ക് PR-ഉം കാര്യങ്ങളൊക്കെ കാണുമെന്ന്. പക്ഷേ ഇത്രയും പൈസ മുടക്കി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയത്തില്ലെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. PR എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ ഇപ്പോൾ ഒരു മനുഷ്യർക്കും ആ ഷോയിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.